പ്രിയപ്പെട്ട നാട്ടുകാർ, കൊല്ലങ്കോട് ഫാമിലി പ്രസവ വാർഡ് പോസ്റ്റ്മോർട്ടം കഴിക്കുന്നത് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഒന്നുമില്ല. അപ്പോൾ ജില്ലാ ആശുപത്രിക്കാണ് കൊണ്ടുപോകണം അല്ലേ? ഇപ്പോൾ പാലക്കാട് ചിറ്റൂർ പോസ്റ്റ്മോർട്ടം കൊണ്ടുപോകണം അല്ലേ? എന്താ പേര്? അമ്മേൻ്റെ പേര് എന്താണ്? എൻ്റെ പേര് തങ്കമണി. അമ്മ ഇവിടെ നേരത്തെ പ്രസവ വാർഡ് ഓപ്പറേഷൻ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നോ? പ്രസവ വാർഡൊക്കെ ഉണ്ടായിരുന്നോ? എത്ര വർഷം മുമ്പ്? അബ്ദുൽ ഖാദർ ഡോക്ടർ, പിന്നെ തിരുവഞ്ഞി പറയും വിദ്യാധരൻ അത് കഴിഞ്ഞ പിന്നെ ഇല്ല. അത് കണ്ടു വയ്ക്കാറുണ്ടാകുമ്പോൾ എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇവിടെ നേരത്തെ പ്രസവ വാർഡൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എത്ര വർഷം മുമ്പാണ്? നമ്മൾ ഡോക്ടർമാരെ കൊണ്ടുവരാനും മറ്റുള്ളതൊക്കെയാണ്. പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഇല്ല അല്ലേ? ഇപ്പോൾ എന്താ ചിറ്റൂർ പാലക്കാട് കൊണ്ടുപോകണം? നിങ്ങളുടെ പേര് എന്താണ്? ഫാത്തിമ അല്ലേ? അപ്പോൾ നിങ്ങൾ നേരത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഇല്ല. നേരത്തെ ഈ പ്രസവ വാർഡൊക്കെ ഉണ്ടായിരുന്നു സാറേ? പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എത്ര വർഷം മുമ്പാണ് ഒന്ന് പറയും? ഇസ്മായിൽ ഡോക്ടർ ഉണ്ടാകുമ്പോൾ പിന്നെ പിന്നെ സൈഡൊന്നും കാര്യമായിട്ടുണ്ടായില്ല. ഇപ്പോൾ എത്ര വർഷം ഇത് അറിഞ്ഞു കിടക്കുന്നത്? എത്ര വർഷം എന്ന് അറിയില്ല. ഞാൻ 25 വർഷമായ 20 വർഷം 25 വർഷം. നമ്മളിത് ഈ ആശുപത്രി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്ത് മെമ്പറാണ്, ശങ്കരനാരായണൻ, മുൻ പഞ്ചായത്ത് മെമ്പർ നെന്മാറ കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്. കൊല്ലങ്കോട് ആശുപത്രി ഫാമിലി ആശുപത്രി അല്ലേ? എന്താ ആശുപത്രിയുടെ പേര്? ഫാമിലി ആശുപത്രിയാണ്. അപ്പോൾ ഇവിടുത്തെ പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെ നേരത്തെ പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു. നെന്മാറ ആശുപത്രി ഇതുപോലെയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ സൗകര്യങ്ങൾ കൂടി പ്രൈവറ്റ് ആശുപത്രിക്ക് വേണ്ടി വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഇവിടെ ഈ ആൾക്കാർ, സ്ത്രീകളുടെ വാർഡും ഇവിടെയൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ, അതായത് 5-6 പഞ്ചായത്തിൽ ഒരു 1.5 ലക്ഷം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതായത് മുതലമട, പിന്നെ നമ്മുടെ പൂമാരം, വടവന്നൂർ, കൊല്ലങ്കോട്, പിന്നെ എലവഞ്ചേരിൻ്റെ കുറച്ച് ഭാഗം, ഇതൊക്കെയാണ് ഇവിടുത്തെ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ അവസ്ഥ. ഇത് പുതിയ ബിൽഡിങ്ങൊക്കെ വന്നിട്ടുണ്ട്, സൗകര്യങ്ങളൊക്കെ കുറവാണ്. പ്രസവ വാർഡൊക്കെ അത്യാവശ്യമായി കൊണ്ടുവരണം. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നേരത്തെ സംവിധാനങ്ങളാണ്. ഇത് ഓഫീസാണ്. അപ്പോൾ സംഗതി ഇവിടെ അടുത്ത കാലത്തായി ഈ സംവിധാനങ്ങളൊന്നുമില്ല. കിടത്തി ചികിത്സയൊക്കെ കമ്മിയാണ്. അതൊക്കെ ഉണ്ടാക്കണം. ഇവിടെ ആംബുലൻസ് അടക്കം, ആംബുലൻസിന് അവരോട് ചോദിക്കാം. ഹലോ, ഇവിടെ നേരത്തെ പ്രസവ വാർഡൊക്കെ ഉണ്ടായിരുന്നു സാറേ? പ്രസവ വാർഡൊക്കെ ഉണ്ടായിരുന്നു. എത്ര വർഷം മുമ്പാണ് പ്രസവ വാർഡ് ഉണ്ടായത്? പ്രസവ വാർഡ് അതൊരു 20 വർഷം മുമ്പ്. ഇപ്പോൾ ഈ മോർച്ചറിയൊക്കെ അടച്ചു കിടക്കുന്നത് അന്നത്തെ റൂൾസ് പറയില്ല. അപ്പോൾ ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഇത് കൊണ്ടുവരാൻ പറ്റില്ലേ? ഇവിടെ വികസനങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? സ്ഥലമൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ആശുപത്രി പോലെ സ്ഥലം. മെഡിക്കൽ ഓഫീസിനെ ചോദിക്കാം. ഓഫീസറൊക്കെ മെഡിക്കൽ ഓഫീസ് എവിടെയാണ്? ഇവിടെയാ? ഇതിനുള്ളല്ലോ. ഹലോ, മെഡിക്കൽ ഓഫീസർ സാറ് എപ്പോൾ വരും? എവിടെ? നമുക്ക് ഈ നേരത്തെ പ്രസവ വാർഡും ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ മോർച്ചറിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതൊക്കെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൂടെ? എല്ലാവരും കൂടിയിട്ട് സഹകരിച്ചിട്ട്. ഇത് ഗവൺമെന്റിന്റെ ഒരു പ്രൊസീജിയർ തന്നെ. ഇപ്പൊ FHC ആവാനുള്ളതാണ് ഇവിടെ ഉള്ളത്. FHCയിൽ നമുക്ക് ഈ കിടത്തി ചികിത്സയും പ്രസവവും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സ്റ്റാഫ് സ്ട്രെങ്ത്, നേരത്തെ സ്റ്റാഫും അതിനുള്ള ഡോക്ടറും, മറ്റേ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മളെ പഞ്ചായത്ത് മെമ്പറാണ്, യൂട്യൂബ് ചാനലാണ്. വീഡിയോ ഓഫ് ചെയ്യും. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോളൂ. വീഡിയോ